തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാനായി കേൾക്കുവാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായൊരു സങ്കീർത്തനമാണ് വായിച്ചത്. ഈ സങ്കീർത്തനത്തിൻ്റെ എല്ലാ വാക്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഓരോ വാക്കുകളും നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു സർവ്വവ്യാപിത്വത്തെക്കുറിച്ചും സർവ്വജ്ഞാനത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടോ എന്നത് നാം വാസ്തവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹൗ ഡസ് ഗോഡ് തിങ്ക് ഓഫ് യു, ഓഫ് മീ? എന്നെക്കുറിച്ച് ദൈവം എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഏകദേശം ഇന്ന് ഒരു 800 കോടി ജനങ്ങളുണ്ട്. 800 കോടിയോളം ജനമുണ്ട്. ഈ 800 കോടി ജനങ്ങൾ ഇങ്ങനെ കൈയോട് കോർത്ത് ഇങ്ങനെ നിന്നാൽ, ഒരു അറ്റത്തുനിന്ന് ഒരു അറ്റം വരെ നിന്നാൽ, ഈ ഭൂമിയുടെ സെൻറ്റർ ഇക്വേറ്റർ ഭാഗം മുതൽ ഇങ്ങനെ അങ്ങോട്ട് വളയം പിടിച്ച് നിന്നാൽ ഏകദേശം 200 റിങ് വേണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ചുറ്റിനും ചുറ്റാൻ വലയാനുള്ള ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അതായത് നമ്മളിങ്ങനെ കൈ പിടിച്ച് കൈ കോർത്ത് ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റിനും ഒരു റൗണ്ട് എടുത്താൽ ഒരു റൗണ്ട് തീരുന്നു. അങ്ങനെ 200 റൗണ്ട് എടുക്കാനുള്ള ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവരെയൊക്കെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടോ? യെസ്, ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. ദൈവത്തിന് എല്ലാവരെയും വളരെ വ്യക്തമായി അറിയാനായിട്ട് പറ്റും. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു അമ്മാച്ചൻ്റെ ഒരു കാര്യം, അദ്ദേഹം ഇച്ചിരി രസികനായ ഒരു വ്യക്തിയാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ കുടുംബത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടതിങ്ങനെയാണ്. അദ്ദേഹം ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷയുടെ ദിവസങ്ങളിൽ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഈ കുരിശൻ തൊട്ടിയുടെ അവിടെ പോയി നിന്ന് പൈസ കൊടുത്ത് മെഴുതിരി എത്തിച്ച് പ്രാർത്ഥിക്കും. പരീക്ഷ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരൊക്കെ ഈ പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിനും പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ആദ്യം പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് മെഴുതിരി കത്തിച്ച് പൈസയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പരീക്ഷയും എല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. ആരാണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ എന്താ ഇങ്ങനെ പരിപാടി, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഈ പരീക്ഷയുടെ മുമ്പേ പോകുമ്പം ദൈവം ഭയങ്കര ബിസി ആയിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം ഭയങ്കര ബിസി ആയിട്ടിരിക്കും. പരീക്ഷ കഴിഞ്ഞ് ആരും ദൈവത്തിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നില്ല, ചിലപ്പം പോകുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ ചെന്ന് ദൈവം ഫ്രീ ആയിട്ടിരിക്കുമ്പം ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കുറച്ചുകൂടെ കേൾക്കും. അദ്ദേഹം ഒരു തമാശയ്ക്കൊക്കെ പറഞ്ഞതായിരിക്കാം. എനിവേ, ദൈവത്തിന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ കേൾക്കാനും ദൈവത്തിന് നമ്മെ വളരെ വ്യക്തമായി അറിയാനായിട്ട് കഴിയും. സോ പോപ്പുലേഷൻ ഈസ് നോട്ട് എ കൺസേൺ, യു ആർ ദ റിയൽ കൺസേൺ ഓഫ് ഗോഡ്. ദൈവം ഒരു വലിയ ജനബഹുത്വത്തെ നോക്കിയിട്ട് ദൈവത്തിന് തൻ്റെ ജനത്തോട് ഇടപെടാനായിട്ട് തടസ്സമില്ല. ഗോഡ് ക്യാൻ ഇൻഡിവിജ്വലി ഓർ പേഴ്സണലി കണക്ട് വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 139 സങ്കീർത്തനത്തിൻ്റെ പല ഭാഗത്തേക്ക് പിന്നീട് ഞാൻ വരാം. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ആ ഭാഗങ്ങൾ പരാമർശിക്കണം. എങ്കിലും എന്നെ ഇന്ന് ഈ പകൽക്കാലം ഈ വൈകവേളയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ നയിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 29 അധ്യായം, ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സസ് 10 to 13. 29 അധ്യായം 10 വാക്യം മുതൽ 13 വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണഗതിയിൽ വളരെ കേട്ടിട്ടുള്ള പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ യെരമ്യാ പ്രവാചകൻ പുസ്തകത്തിലെ 29-ാമത്തെ അധ്യായത്തിലെ ഈ വായിക്കപ്പെട്ട വേദഭാഗം. വാസ്തവത്തിൽ ഈ ഒരു അധ്യായം യെരമ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് എഴുതി അല്ലെങ്കിൽ അവരോട് അറിയിക്കുന്ന ഒരു ദൂതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ ഒരു പ്രവാസത്തിൽ, പീഡനങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാനായി, ദൈവസന്നിധിയിലുള്ള വലിയ പ്രതീക്ഷയ്ക്ക് വേണ്ടി പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിലെ 11-ാമത്തെ വാക്യം മാത്രം ഇന്ന് രാത്രികാലം ഞാൻ അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട്, പ്രത്യേകിച്ച് പീഡനം അനുഭവിക്കുന്ന ദൈവജനത്തോട്, അണ്ടർ ക്യാപ്റ്റിവിറ്റി, ദേ ആർ എൻസ്ലേവ്ഡ്, അവരെ പിടിച്ച് ജയിലിലാക്കിയിട്ടിരിക്കുകയാണ്. ജയിലിലല്ല, ദേ ആർ അണ്ടർ ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ബാബിലോണിയൻസ്. ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരിക്കുന്ന ഇസ്രായേൽ ജനം. ദേ ഡോണ്ട് ഹാവ് ദ ഫ്രീഡം, they don't have any rights to do, so they are under the bondage of Babylonians. അങ്ങനെ ഇരിക്കുന്ന ഈ മക്കളോട്, ഇസ്രായേൽ മക്കളോട് ദൈവം പറയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, praise the Lord, for I know the plans that I have for you. നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. കേൾക്കണേ, ഇത് തിന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, while they were under the bondage, അവർ വലിയ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ, പീഡനത്തിലായിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തിന്മകളൊന്നും അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എൻ്റെ പക്കലുണ്ട്. നിങ്ങളുടെ ശുഭഭാവിക്കായി എൻ്റെ പക്കൽ ഐ ഹാവ് എ ഡെഫിനിറ്റ് പ്ലാൻസ് ഫോർ യു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഹി ഈസ് വെരി കൺസേൺഡ്. അവൻ നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം, ഈ വൈകവേളയിൽ 3 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളോട് കൈമാറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഹൗ വെൽ ഡസ് ഗോഡ് റിയലി നോ യു? എത്രമാത്രം ദൈവത്തിന് നിങ്ങളെ അറിയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്നെ നന്നായിട്ട് അറിയണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ എന്നെ നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ അറിയാമായിരിക്കാം, ബട്ട് യു ഡോണ്ട് നോ റിയലി അബൌട്ട് മീ. എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്ന അല്ലെങ്കിൽ പരിമിതമായ അറിവ് കാണും, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം കൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കലെല്ലാം ഉണ്ട്. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, ഹൗ വെൽ ഡസ് ഗോഡ് നോ അബൌട്ട് യു? നിങ്ങളെക്കുറിച്ച് ദൈവം എത്രമാത്രം നന്നായി അറിയുന്നു എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കൾ ഈ വലിയ പീഡനങ്ങളുടെ നടുവിൽ കിടക്കുമ്പോഴും ദ ഗോഡ്സ് നോളജ് ഈസ് വെരി മച്ച് സിഗ്നിഫിക്കൻറ്റ്, ഓർ ഇറ്റ് ഈസ് വെരി മാഗ്നിഫിക്കൻറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് അസ്. നമ്മുടെ മുമ്പിൽ ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് ഈ രാത്രികാലം എന്നോടുള്ള ബന്ധത്തിലും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എന്നെ അറിയുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ചിന്ത എത്രയോ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം, ഗോഡ് നോസ് മീ വെരി ഇൻഡിവിജ്വലി. ഞാൻ മുമ്പേ എൻ്റെ അമ്മാച്ചൻ്റെ കാര്യം പറഞ്ഞതുപോലെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് എന്നെ നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ശേഷം പോയി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അറ്റൻഷൻ മേടിക്കാനായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഗോഡ് നോ മീ വെരി ഇൻഡിവിജ്വലി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരെയും നന്നായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പലർക്കും ചിലപ്പോൾ അറിയണമെന്ന് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ചില ആളുകളൊക്കെ എന്നെ വന്ന് രഹസ്യമായിട്ട് ചോദിക്കും, ഇന്ന ആൾ ആരാന്ന്. മീൻസ് ഇവിടെയുള്ള ചില ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തതുകൊണ്ട് ഇന്നയാൾ
ഏതാ പാസ്റ്ററെ ഒന്ന് പറഞ്ഞു തരാമോ? സോ ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുന്നത് കൊണ്ട് എനിക്ക് എല്ലാവരെയും അത്യാവശ്യം അറിയാം എന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഇന്നാര് ഏത് ആളാണ്, പേരെന്തുവാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചാൽ 3-4 പേരുടെ പേര് പറഞ്ഞപ്പോഴും അങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനതിന് പറഞ്ഞു സഭയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ ഒന്ന് നിന്ന് എല്ലാവരെയൊക്കെ പരിചയപ്പെട്ടിട്ടേ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാവർക്കും അന്യോന്യം എന്ത് ചെയ്യണം, അറിയണം. പ്രൈസ്. പലപ്പോഴും ചലഞ്ചാണ്, ഇത്രയും പേരെ ചിലപ്പോൾ എല്ലാവരെയും നന്നായിട്ട് അറിയണമെന്നില്ല. ബട്ട് ഐ എൻകറേജ് എവറി വൺ ടു നോ ഈച്ച് അതർ. പ്രൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനുണ്ടല്ലോ നമ്മെ നന്നായിട്ടറിയാം. ഹി നോസ് യു വെരി ഇൻഡിവിജ്വലി. ഞാൻ ആരാണെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാൾക്ക് അറിയാൻ കഴിയുന്നതിനെക്കാട്ടിലപ്പുറത്ത് ദൈവത്തിന് എന്നെ നന്നായി അറിയാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമുദ്രത്തിൻ്റെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ വലിയ ജനസാഗരത്തിൻ്റെ നടുവിൽ ഒരാളെ അറിയാമെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. പ്രൈസ് ദി ലോർഡ്. സാധാരണ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഹൈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാൾ എന്നെ അറിയുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു അഭിമാനമായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ രാജ്യത്തിലെ രാജാവായിരിക്കുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ഗമയായിരിക്കും അല്ലേ? പിന്നെ ആരുടെ അടുത്ത് ചോദിച്ചാലും ഞാൻ ഇവിടുത്തെ ഷെയ്ഖിൻ്റെ തൊട്ടടുത്ത ആളാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിലാണെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത നരേന്ദ്രമോദിക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുമാത്രം ഒരു അഹങ്കാരമായിരിക്കും അല്ലയോ? നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നേരിട്ട് ചെല്ലാൻ പറ്റുന്ന, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന, എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മളിവിടെ എങ്ങും നിൽക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഈ ലോകത്തെ നിർമ്മിച്ച, ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച, ഈ സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ദൈവത്തിന് എന്നെയും നിന്നെയും വളരെ വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞാൽ, ഹി നോസ് യു വെരി ഇൻഡിവിജ്വലി, ഹി നോസ് യു വെരി പേഴ്സണലി, ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അസ് വെരി പേഴ്സണലി. ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും നമ്മെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് എന്നെ നന്നായി അറിയാൻ കഴിയും. So how well does God really know me? God knows us individually. എന്നെ വളരെ വ്യക്തിപരമായി ദൈവം അറിയുന്നു. And God's knowledge for us is very intimate. നമ്മളെ വെറുതെ അറിയാമെന്നല്ല, ദൈവത്തിന് നമ്മെ വളരെ ഇൻറ്റിമേറ്റായിട്ട് അറിയാം. നമ്മളുണ്ടല്ലോ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ എവിടെയോ കണ്ടു മറന്നിട്ടുണ്ട്, എവിടെയോ അങ്ങനല്ല. ദൈവത്തിന് നമ്മെ എവിടെയും കണ്ടു മറന്ന ഒരു ബന്ധമല്ല. ഹി നോസ് അസ് വെരി ഇൻറ്റിമേറ്റ്ലി. അതിന് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ളതായിട്ടുള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 10 വേഴ്സ് 29 ഓൺവേഴ്സ്. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? ആ, അതിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഗോഡ് കൺസിഡർ us ആസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഈ നാട്ടിലൊക്കെ ഈ കടയിലൊക്കെ ചെന്നാൽ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വളരെ ഷാർപ്പാണ്. ഒരു ഗ്രാം പോലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യത്തില്ല. നാട്ടിലൊക്കെ ഈ മത്തിയൊക്കെ മേടിക്കാൻ പോയാൽ, മീൻ കടയിലൊക്കെ പോയാലേ 100 രൂപയുടെ മത്തി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അവരങ്ങോട്ട് വാരി കൊണ്ട് വെക്കും. കവറിലോട്ട് ഇടുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഒരു 2-3 മത്തിയോടെ പിടിച്ച് അതിനകത്ത് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കോ പൈസ കൂടുതലായിട്ട് ഇച്ചിരി കൂടുതൽ കിട്ടിയെന്നുള്ളൊരു സന്തോഷം. ആക്ച്വലി വില കൊടുത്തേക്കുന്നത് ആ വെയിറ്റ് ചെയ്ത അത്രയും മത്തിയുടെ വിലയാണ് കൊടുത്തെങ്കിലും, പ്രൈസ് ദി ലോർഡ്, എക്സ്ട്രാ 2-3 ഇട്ടത് എന്താണ്? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ കാശ് നമ്മൾ എന്ത് ചെയ്തില്ല, കൊടുത്തിട്ടില്ല. അത് എക്സ്ട്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അത് തന്നെ, 2 കുരികിലിന് കാശിന് 2 കുരികിലെങ്കിലും അതിലൊന്ന് ഈ യാഗം അർപ്പിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഈ പോകുന്ന സമയത്താണ് ഈ കുരികിലിനെ വിൽക്കുന്നത്. വില കുറഞ്ഞ സാധനമാണ്, വില കുറഞ്ഞ് അവിടുന്ന് വളരെ പാവം പിടിച്ചവർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അത് അവിടുത്തെ കച്ചവടക്കാരനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്നെങ്കിലും നിലത്ത് വീഴും. ചിലപ്പം 2 വലിക്കുന്ന 3 ഒന്നിച്ചാൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിൽ അവിടെ മത്തായി പറയുകയാണ്, അല്ലെങ്കിൽ ദൈവാത്മാവിൽ യേശു കർത്താവ് പറയുകയാണ്, അതിലെ 1 നിലത്ത് വീണാൽ പോലും ഫോർ ഗോഡ് ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ദൈവത്തിന് അത് വളരെ നന്നായി അറിയാം. താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങളുടെ തലയിലെ രോമം ഒന്നെങ്കിലും നിലത്ത് വീണാൽ ദൈവം അറിയാതെ എന്ത് ചെയ്യത്തില്ല,
ഇന്ന് നിങ്ങളിവിടെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ തലയിൽ നിന്ന് എത്ര രോമം പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ തലയിൽ നിന്ന് എത്ര മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? നിങ്ങളത് കണ്ടോ? നിങ്ങളുടെ ചീപ്പയിൽ എത്ര മുടി ബാക്കി വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. എങ്കിൽ ദൈവത്തിന് അത് അറിയാമെന്ന് പറഞ്ഞാൽ ഹി നോസ് us very intimately. അവന് നമ്മെ നന്നായിട്ട് അറിയാം. നമ്മുടെ തലയിലെ മുടി എത്ര പോയെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ ഹി നോസ് us. Praise the Lord. അവന് നമ്മെ നന്നായി അറിയാൻ. ഹി നോസ് us very intimately. മാത്രമല്ല, ഗോഡ്സ് നോളജ് ഓഫ് us is infinite. അതാണ് സങ്കീർത്തനം 139 നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ച് എന്ത് ചെയ്തു? അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ ജനിക്കണമെന്ന് അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അറിവുണ്ട്. ഗോഡ് നോസ് us ഈവൻ ബിഫോർ അവർ ബർത്ത്. ഈ ലോകത്തിൽ ഒരുപക്ഷേ മാതാവിനോ പിതാവിനോ ഒരു കുഞ്ഞ് ലോകത്തിൽ ജനിച്ചു കഴിയുമ്പോഴേ അവനെക്കുറിച്ചൊരു അറിവുണ്ടാകത്തുള്ളൂ. ആരുടെ ഷേപ്പാണ്, എങ്ങനെ ഇരിക്കുന്നു, ആണാണോ പെണ്ണാണോ, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം നമുക്ക് പ്രൈസ് ദി ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ. എന്നാൽ ദൈവത്തിന് ഹി നോസ് us ബിഫോർ ഇറ്റ്സെൽഫ്. ദ ഫോർക്ക് നോളജ് ഓഫ് ഗോഡ്. ദൈവത്തിന് മുന്നമേ, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് അറിയാമെന്നത്. Praise the Lord. God knows us very infinite. Hallelujah. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്ന്, എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം ദൈവത്തിന് അറിയാം. Praise the Lord. So God's knowledge for me is individual. God's knowledge for me is intimate. God's knowledge for me is infinite. അതിന് ഒരു പരിധിയില്ല. പ്രൈസ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ ദൈവം അറിയുന്നു. ഒരു കാര്യം കൊണ്ടുണ്ട്, ഗോഡ്സ് നോളജ് ഈസ് വെരി ഇൻസ്റ്റൻറ്റ്. ദൈവം നമ്മെ ഇപ്പോഴും അറിയുന്നുണ്ട്. നാം ഇവിടെ നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അവൻ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ചലിക്കുന്നതെല്ലാം ദൈവത്തിന് അറിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അത് ദൈവം, അയ്യോ ഞാനത് കണ്ടില്ലായിരുന്നു, ദൈവത്തിന് പറയാൻ കഴിയത്തില്ല. ദൈവം ഹി നോസ് എവരിതിങ്. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലും, നമുക്ക് ജോലി ലഭിച്ചാലും, നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും, നമുക്ക് രോഗം വന്നാലും, നമ്മൾ രോഗത്തിൻ്റെ ആദ്യത്തെ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഗോഡ് നോസ് വെരി ഇൻസ്റ്റന്റ്ലി. അവൻ അന്നേരം തന്നെ ദൈവത്തിന് അറിയാം. ഹി നോസ്. ദൈവത്തിന് സകലതും അറിയുന്നു, സകലതും കഴിയുമെന്ന് യോബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ദൈവത്തിന് സകലതും എന്ന് കഴിയുമെന്ന് ഞാൻ അറിയുന്നു. So God is knowing us. How well does God knows us? Yes, he knows us very individually. അവൻ നമ്മെ, he knows us very intimately. He knows us very infinitely. And he knows us very instantly. അപ്പോൾ തന്നെ ഏത് നിമിഷമാണെങ്കിലും ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിയാം. Praise the Lord. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിയാമെങ്കിലും അതൊക്കെ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. എന്നാൽ മറ്റ് പല കാര്യങ്ങളും ദൈവത്തിന് നമ്മെക്കുറിച്ച് അറിയാം. വാട്ട് ഈസ് റിവീൽഡ് ബൈ ഗോഡ്സ് നോളജ്. ദൈവത്തിൻ്റെ ഈ അറിവ് കൊണ്ട് എന്നോട് ദൈവം ചില കാര്യങ്ങൾ, ദൈവത്തിന് എന്നെ അറിയാം, എന്നെ ഇൻഡിവിജ്വലി അറിയാം, എന്നെ ഇൻറ്റിമേറ്റ്ലി അറിയാം, എന്നെ ഇൻസ്റ്റൻ്റ്ലി അറിയാം, എന്നെ ഇൻഫൈനിറ്റ്ലി അറിയാം. എന്നാൽ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നമ്മളോട് ചില കാര്യങ്ങൾ, മോനെ എനിക്കറിയാവുന്ന ഒരു കാര്യം നിന്നോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ചിലത് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഗോഡ് റിവീൽഡ് യുവർ സിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം നന്നായി അറിയാമെങ്കിലും ദൈവത്തിൻ്റെ അറിവിൽ നിന്ന് ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് നിന്നെക്കുറിച്ച് പലത് അറിയാമെങ്കിലും ഒരു കാര്യം നിന്നോടുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. നീ ഒരു പാപിയാണെന്നൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് റിവീൽ ചെയ്യിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ്സ് നോളജ് വിച്ച് ഹാസ് ബീൻ റിവീൽഡ് ടു us, ദാറ്റ് ഈസ് ഗോഡ് നോസ് അബൌട്ട് അവർ സിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മുടെ പാപം നന്നായി അറിയാം. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അരുളി ചെയ്തിരിക്കുന്നത്, ഹല്ലേലൂയ, അതിൻ്റെ 10-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്നും നിങ്ങളുടെ എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് ചെയ്ത പാപമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്തതായ പാപത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ചെയ്യുന്ന എല്ലാ പാപവും, നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് നമ്മെ നന്നായി അറിയാമെങ്കിൽ, ഈ ദൈവത്തിന് നമ്മെ ഇൻഡിവിജ്വലി അറിയാമെങ്കിൽ, ഈ ദൈവത്തിന് നമ്മെ ഇൻസ്റ്റൻ്റ്ലി അറിയാമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ചെയ്യുന്ന ഓരോ മോട്ടീവ്സും ദൈവത്തിന് അറിയാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ഏത് ഇൻറ്റൻഷനിലാണ് നമ്മളിത് ചിന്തിക്കുന്നുള്ളത് ദൈവത്തിന് അറിയാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരുപക്ഷെ മറ്റാരും ഇത് അറിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം അത് നന്നായി സ്കാൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സകലതും അറിയാൻ കഴിയും. ഇന്ന് ഈ പകൽക്കാലം, ഇന്ന് ഈ വൈകവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ഓർക്കും നമ്മൾ ചെയ്ത പാപങ്ങൾ ഒരുപക്ഷെ ആരും അറിയുന്നില്ല എന്ന്. നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം ഞാൻ ചെയ്ത തെറ്റുകൾ ഒരുപക്ഷെ ആരും അറിയുന്നില്ലെന്ന്. ഞാൻ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് ഒരുപക്ഷെ ദൈവം നമ്മൾ വിചാരിക്കും മറ്റാരും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ഒരു കാര്യം പറയാം, ദൈവം അത് അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് നോസ് അബൌട്ട് യുവർ സിൻ. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഏദൻ തോട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ ആദാമ്യ വർഗത്തെ, ആദാമിനെയും ഹൗവയും അവിടെ ആക്കി വെച്ചു. എന്നാൽ ആദാം അല്ലെങ്കിൽ ഹൗവ ചെന്നിട്ട് പഴം പറിച്ച് കഴിച്ചിട്ട് ആരും അറിയത്തില്ല എന്ന് വിചാരിച്ച് ഒളിച്ചിരുന്ന് നടന്നു. ഹൗവയും ആദാവും വിചാരിച്ചു, ഓ ദൈവം ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ദൈവത്തിന് ഇതൊന്നും അറിയാൻ കഴിയത്തില്ലല്ലോ. അവർ ദൈവം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് കാണാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പാപം ചെയ്തു. എന്നാൽ ദൈവം വന്നപ്പോൾ ദൈവം ആദ്യം ചോദിച്ചു, നീ എവിടെയെന്നൊക്കെ ദൈവം ഒരു കേർട്ടസിക്ക് ചോദിച്ചെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് അറിയാം അവർ പാപം ചെയ്തുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം അവർ തെറ്റിപ്പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം ചെയ്ത ഹൗവയ്ക്കും ആദാമിനും അവർ വിചാരിച്ചു ദൈവത്തെ ഞങ്ങൾ കളിപ്പിച്ചെന്ന്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മറവ് ചെയ്തെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പാപത്തെ വെളിപ്പെടുത്താതെ ഞാൻ ദൈവം മുമ്പാകെ അത് മറച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എവിടെ, നീ എവിടെ എന്ന് ചോദിച്ചപ്പോഴും ദൈവത്തിൻ്റെ ഉള്ളിൽ അറിയാം, ഞാൻ സൃഷ്ടിച്ച, ഞാൻ നിർമ്മിച്ച, ഹല്ലേലൂയ, ആദാമും ഹൗവയും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള, നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിട്ടുള്ള, നമ്മുടെ മനോവികാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദൈവത്തിന് ഹിതമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെല്ലാം ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ദൈവം പ്രതികരിക്കുന്നില്ല, ദൈവം ഉള്ളിലൊന്നും മന്ദഹസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ദൈവം സൈലൻ്റായിട്ടിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. സോ നമ്മൾ വിചാരിക്കരുത് എൻ്റെ ദൈവത്തെ നമുക്ക് മറച്ചിട്ട്, ഒരുപക്ഷെ മനുഷ്യനെ മറച്ചിട്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും, മനുഷ്യനെ മറച്ചിട്ട് നമുക്ക് പാപത്തിൽ തുടരാൻ കഴിയും. എന്നാൽ ദൈവത്തെ മറച്ചിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയത്തില്ല. 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, തിരുസന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് പോകും, നീ എവിടെ ചെന്നാൽ, ഞാൻ എവിടെ ചെന്നാലും നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. സമുദ്രത്തിന്റെ അടിയിൽ ചെന്നാലും നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ആകാശത്ത് ചിറക് വിരിച്ചാലും നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ യൗവനക്കാരെ, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ പേരൻസ് ഒന്നും കാണുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളും ആര് കാണുന്നുണ്ട്? യേശു അപ്പച്ചൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും ഒരുപക്ഷെ എൻ്റെ പപ്പായും മമ്മിയും ഇത് കണ്ടില്ലല്ലോ, ദേ ആർ ഇഗ്നറൻ്റ് അബൌട്ട് ഇറ്റ്, ദേ ആർ വെരി ഇഗ്നറൻ്റ് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് മേ ബി, അവർക്ക് നമ്മുടെ അത്രയും വലിയ നോളജ് കാണത്തില്ല, നമ്മുടെ ഇത്ര ഫാസ്റ്റായിട്ട് ചിന്തിക്കത്തില്ലായിരിക്കാം. എന്നാൽ നിങ്ങളെക്കാട്ടിൽ 100 മടങ്ങ് ഫാസ്റ്റ് ചിന്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് സകലതും അറിയാം. ഈവൻ ദോ യു ഡു സംതിങ് ഇൻ സീക്രട്ട്, ബട്ട് ഗോഡ് നോസ് എവരിതിങ്. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും എന്ത് ചെയ്യാം? അറിയാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് നോസ് എവരിതിങ്. ദൈവം സകലതും അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചിന്തിക്കുന്നത്, നമുക്ക് ദൈവിക ഹിതമില്ലാതെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവികമായ അനുഭവം ഇല്ലാത്തത് ചെയ്യുന്നത്, നമ്മുടെ യാത്രകൾ, നമ്മൾ പോകുന്ന ഇടങ്ങൾ, നമ്മൾ സഞ്ചരിക്കുന്ന മേഖലകൾ, നമ്മുടേതെല്ലാം, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ സകലതും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്.
So every moment when you walk, every moment that you spend in this world, make sure that there is a eye open, always open to look you. Praise the Lord. ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, യു ആർ അണ്ടർ ദി CCTV സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും നോക്കുന്നില്ലെങ്കിലും നിങ്ങളെ ക്യാമറ കണ്ണിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയുള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് അറിയാം അല്ലേ. ഫൈനൊക്കെ ലഭിക്കും, നമ്മളോർക്കും ആരും കാണാതെ ലൈൻ ക്രോസ് ചെയ്തൊക്കെ നമ്മൾ പോയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അടുത്ത ദിവസം ഫോട്ടോ സഹിതം വരുമ്പോഴാണ് അറിയുന്നത് ഇതാരോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ അങ്ങനെ സംവിധാനങ്ങളുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ വരെ സ്കാൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിൽ എന്താ ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് അനലൈസ് ചെയ്യാൻ കഴിയും. ഹി ക്യാൻ നോ വെരി മച്ച് what we have been thinking about. നമ്മുടെ ഹൃദയത്തിലെ പാപം വരെയും അവൻ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നമുക്ക് കളിപ്പിക്കാൻ കഴിയത്തില്ല. we cannot mock our God, we cannot cheat our God. God is always looking our hearts. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ദൈവം മുമ്പാകെ കർത്താവെല്ലാം കാണുന്നുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. മാത്രവുമല്ല, ദൈവം നമ്മളോട് ഒരു കാര്യം കൊണ്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. ഗോഡ് നോസ് യുവർ സിറ്റുവേഷൻ. നമ്മുടെ സാഹചര്യം ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. അതിൻ്റെ സർവ്വതും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരിക്കൽ ഈ ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുമ്പിൽ, റെഡ് സീയുടെ മുമ്പിൽ വന്നിട്ട് ക്രോസ് ചെയ്യാൻ കഴിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവത്തിന് ആ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാം. ദൈവത്തിന് മുമ്പാകെ മോശ എന്ന് പറഞ്ഞു, എൻ്റെ ജനം എല്ലാം പിറുപിറുക്കുന്നു, അവരിപ്പോൾ എൻ്റെ നേരെ വരും. ബട്ട് ഗോഡ്സ് നോ ദ സിറ്റുവേഷൻ, വാട്ട് ടു ഡു ദെയർ. അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഫറവോനും സൈന്യവും പിന്നാലെ ഇസ്രായേൽ മക്കളെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ മുമ്പിൽ ചെങ്കടൽ നിൽക്കുന്ന സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകുക, നിന്റെ കയ്യിലുള്ള വടി നീട്ടാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, വലിയ ചെങ്കടൽ രണ്ടായി പിളർന്ന് അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലമായ ഇടത്തൂടെ ഇസ്രായേൽ ജനം നടന്നുപോയ ചരിത്രം. ഇറ്റ്സ് നോട്ട് എ ഫേക്ക് സ്റ്റോറി. അതൊരു കെട്ടുകഥയല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. ഈ ലോകത്തിൽ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം സാഹചര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിച്ച അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൗദി അറേബ്യയിൽ പോയ സമയത്ത് ഐ ജസ്റ്റ് ഹാപ്പൻ ടു സീ ദിസ് റെഡ് സീ ആൻഡ് ദി നിയർ ബൈ പ്ലേസസ്. ഐ ഡോണ്ട് നോ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ദ പീപ്പിൾ ബിലീവ് ദാറ്റ് അവിടെ ചെന്നാൽ, നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈ റെഡ് സീയുടെ സൈഡിൽ ഒരു വലിയ ചെങ്കുത്തായ ഇങ്ങനൊരു മലച്ചരിവും അതിൻ്റെ ഇപ്പുറത്ത് അതേ ഹൈറ്റിൽ ഏകദേശം നമ്മുടെ ഒരു 10 to 20 ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈറ്റിലുള്ള രണ്ട് മലകൾ ഇങ്ങനെ നിൽക്കുക രണ്ട് സൈഡിലും. അതിൻ്റെ നടുവിലൂടെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു മേ ബി ഹാർഡ്ലി ഒരു 40-30 മീറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു 40-50 മീറ്ററിൻ്റെ വിട്ടിൽ ഇങ്ങനെ നീണ്ടിങ്ങനെ വളഞ്ഞ് കിടക്കുന്ന റോഡാണ്. രണ്ട് സൈഡിലും വലിയ മല. ഇറ്റ്സ് എ നാച്ചുറൽ ക്രിയേഷൻ. അതാരും മനുഷ്യരുണ്ടാക്കിയതല്ല. നാച്ചുറലായിട്ട് തന്നെ രണ്ട് വലിയ മലയിടുക്കുകളുടെ നടുവിലൂടെ ഇങ്ങനെ വഴി എന്ന് പറഞ്ഞാൽ, മലയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട്, വളരെ ആൾക്കാരിങ്ങനെ വാർത്തുണ്ടാക്കിയ പോലെ ഇരിക്കുന്ന സ്ഥലം. ആൾക്കാർ വിശ്വസിക്കുന്നത് ചെങ്കടൽ വിഭാവിക്കപ്പെട്ട സമയത്ത് വെൻ ഗോഡ് മെയ്ഡ് വേ ഇൻ ദ റെഡ് സീ, അതിൻ്റെ ആ ഇളക്കത്തിൽ അവിടെ ആ സമുദ്രത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന വലിയ പാറകളും മലകളുമൊക്കെ മാറി ഫോം ചെയ്ത ഗ്യാപ്പാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും, ഓരോ നാളുകൾ കഴിയും തോറും സമുദ്രം എന്ത് ചെയ്യാണ്, വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമുദ്രം ചിലപ്പോൾ വലിഞ്ഞ് ആ പ്രദേശങ്ങൾ മാറി അവിടെ ഇങ്ങനെ കരയായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഈ സംഭവത്തിന് ശേഷം ഈ കടലിനുള്ളിൽ സംഭവിച്ചത്, കടലിൽ നിന്ന് വെള്ളം മാറിയപ്പോൾ അതെല്ലാം തെളിഞ്ഞ് മുൻപിൽ കാണാം. സോ ദാറ്റ് ഈസ് സ്റ്റിൽ എ മോണുമെൻറ്റ് വി ക്യാൻ സീ വെൻ എവർ വി ഗോ ദാറ്റ് പ്ലേസ്. സോ
ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് ദൈവം തൻ്റെ ജനത്തിൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ ഫേക്ക്. അത് സംഭവിച്ച കഥയാണ്, സംഭവിച്ച അവസ്ഥയാണ്, സംഭവിച്ച അനുഭവമാണ്. നമുക്കറിയാം. അതുപോലെ തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് നാച്ചുറലി ഇംപോസിബിൾ. ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ അത് സംഭവിച്ചു എന്നത് പ്രൈസ് ദി ലോർഡ് ബൈബിളിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ ഓഫ് കോഴ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എന്നാൽ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അതേ കാലയളവിൽ എഴുതപ്പെട്ട യോസീഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ പുസ്തകത്തിൽ വരെയും ഈ സംഭവം എഴുതിയിട്ടുണ്ട്. പ്രൈസ്. ജോസീഫസ് ഒരു ക്രിസ്ത്യാനിയല്ല, ജോസീഫസ് ഒരു യഹൂദനാണ്. ജോസീഫസ് വാസ് എ ഹിസ്റ്റോറിയൻ. അവന് യഹൂദന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊന്നും എഴുതേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തൊന്നും എഴുതേണ്ട കാര്യമില്ല. ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് ടു ഡു സംതിങ് ഇൻ ഫേവർ ഓഫ് ക്രിസ്ത്യൻസ്. ബട്ട് അവിടെ യോസീഫസിന്റെ കൃതികൾക്കകത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, he fed 5,000 people with 5 loaves and 2 fishes. 5 അപ്പവും 2 മീനും കൊണ്ട് സകല ജനത്തെ 5000 പുരുഷാരത്തെ പോഷിപ്പിച്ചുവെന്ന് ഒരു ലോകമനുഷ്യൻ പറഞ്ഞ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാം, ഹി നോസ് അവർ സിറ്റുവേഷൻ ടിൽ ടുഡേ. ഇന്നും നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദ ബാലന്മാരെ തീച്ചുള്ളയിലേക്ക് ഇടുമ്പോഴും ദൈവത്തിന് അവരുടെ സിറ്റുവേഷൻ അറിയാം. ദാനിയേലിനെ സിംഹക്കുടിയിലേക്ക് ഇടുമ്പോഴും ദൈവത്തിന് ഹല്ലേലൂയ അവൻ്റെ സിറ്റുവേഷൻ അറിയാം. ഗോഡ് നോസ് എവറി സിറ്റുവേഷൻസ്. അവൻ നമ്മെ, ഹി കെയർസ് ഫോർ us. He has promised grace and hallelujah mercy over us. നമുക്ക് എല്ലാ സാഹചര്യത്തിലും നമ്മെ നടത്താനായി ദൈവത്തിന് നമ്മളോട് കൃപയുണ്ട്, ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കും. So God has revealed something to us. ദൈവത്തിന് എന്നെക്കുറിച്ച് അറിയുന്ന അറിവിൽ ചിലത് നമ്മോട് വെളിപ്പെടുത്തിയത്, മകനെ മകളെ നിന്റെ പാപം ഞാൻ അറിയുന്നു. 2, ദൈവം നമ്മളോട് പറയാം, നിന്റെ സാഹചര്യങ്ങൾ എനിക്കറിയാം. What trials you are going through, എന്ത് സാഹചര്യത്തിലൂടെ നീ പോകുന്നത്, ഏത് അവസ്ഥയിലൂടെയാണ് നീ പോകുന്നത്, അതെന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എൻ്റെ വിഷയം ആരും അറിയുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വിഷയത്തിന് ഒരു മറുപടി ഉണ്ടാകുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, എൻ്റെ ദൈവം പോലും എന്നെ അറിയുന്നില്ലയോ, എൻ്റെ ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞോ എന്ന് നാം ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാകും. കർത്താവേ, നീ എന്നെ അറിയുന്നില്ലയോ, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ എനിക്ക് മറുപടി തരുന്നില്ലയോ എന്നൊക്കെ നാം വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയുകയാണ്, ഗോഡ് നോസ് യുവർ സിറ്റുവേഷൻ. നമ്മുടെ സാഹചര്യങ്ങളെ ദൈവത്തിന് അറിയാം. നമ്മുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ ദൈവം കാണുന്നുണ്ട്, നമ്മുടെ ഞെരുക്കങ്ങൾ ദൈവം കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ പോലെ ആണെങ്കിലും ദൈവം അത് തന്റെ തുരുത്തിയിൽ ശേഖരിക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ഹി നോസ് അവർ സിറ്റുവേഷൻസ്. ഇനിയും how does God react to the knowledge of us? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, how well God knows us. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, what has God revealed to us from his knowledge. and മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താൻ പോവുകയാണ്, how does God react to the knowledge of you. നിന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അറിയാവുന്ന ദൈവത്തിൻ്റെ അറിവനുസരിച്ച് ദൈവം എന്താ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ കഴിഞ്ഞ നാളുകളിൽ പ്രൈസ് ദി ലോർഡ്, ഇഫ് ഗോഡ് വാസ് ദെയർ ഇൻ അവർ പാസ്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചുവെങ്കിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ അതാണ് ഇവിടെ 10ാമത്തെ വാക്യം യെരമ്യാ പ്രവാചകൻ 29:10 പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ഐ വിൽ ബ്രിങ് ബാക്ക് ടു യു ഇൻ ടു ദിസ് പ്ലേസ്. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ ദൈവം അറിയുന്നുണ്ട്. ഇഫ് ഗോഡ് വാസ് ദെയർ ഇൻ അവർ ഇൻ അവർ പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് എ ക്ലിയർ റെഫറൻസ് ദാറ്റ് ഗോഡ് വിൽ ബി പ്രസൻറ്റ് ഫോർ ടുഡേ ഓൾസോ. ഇന്നും ദൈവം എനിക്ക് വേണ്ടി പ്രസന്റ് ആയിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ then why need to be worry? നമ്മൾ എന്തുകൊണ്ടാണ് ഭാരപ്പെടുന്നത്? ഇന്നലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ടെങ്കിൽ നാളെയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരാൻ ശക്തനാണ്. അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകി തരും.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയോടും മൈക്ക് കൊടുത്ത് ഓരോ സൈഡിൽ കൂടെ ഇപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നല്ല, പലതവണ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി നൽകി തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇതുവരെയും എനിക്കൊരു മറുപടിയും തന്നിട്ടേ ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. നമ്മൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ, why not you believe still in the God? എന്തുകൊണ്ട് ദൈവത്തിൽ നമുക്ക് വിശ്വസിച്ചുകൂടാ? ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ശക്തനാണ്. ഇന്നലെ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവം നാളെയും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. He can react to us, hallelujah, in the past, in the present and in the future. Praise the Lord. ആ ദൈവം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, he will react. He had reacted in the past. He will react today. Praise the Lord. He will react towards your present and he will react for your future also. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എത്ര ആഴത്തിലാണ് ദൈവം എന്നെക്കുറിച്ച് അറിയുന്നത്? ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാമോ? Many times we are worried that nobody knows me. ആരും എന്നെ അറിയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പല തവണയും നമ്മൾ വിചാരിക്കുന്നത്, കർത്താവേ, എന്നെ ആരും നന്നായി അറിയുന്നില്ലല്ലോ. ഒരു പക്ഷേ ശരിയായിരിക്കാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സഹവിശ്വാസികൾ, നമ്മുടെ കൂടെ പാർക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സ്കൂളിലുള്ളവർ, നമ്മുടെ കോളേജിലുള്ളവർ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഉള്ളവർ, they may not be knowing us as we are, but God is there who is knowing us very deeply. അവൻ നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ നന്നായി ശോധന ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവൻ ശോധന ചെയ്യുന്നു. നാം എവിടെ പോയാലും ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമുക്ക് എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിപ്പാനായിട്ട് എത്ര പേർക്ക് കഴിയും? ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം ദൈവസ്ഥലൊന്നും സമർപ്പിക്കാമോ? കർത്താവേ, നീ എന്നെ നന്നായി അറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുന്നില്ല. നീ എന്നെ നന്നായി അറിയാവുന്നത് കൊണ്ട് കർത്താവെ, ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല. അപ്പോൾ തന്നെ കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ നിലവുകൾ അറിയുന്നല്ലോ. ഞാൻ ചെയ്ത പാപം വരെ നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ മോട്ടീവ്സ് നീ അറിയുന്നുണ്ടല്ലോ. പ്രൈസ്. പലപ്പോഴും ദൈവഹിതമില്ലാത്ത ചിന്തകൾ, ദൈവഹിതമില്ലാത്ത പാപപ്രവർത്തികൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സിൻഫുൾ ഡീഡ്സ് ഐ ഹാവ് കമ്മിറ്റഡ്. ഹാലലൂയ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപം ചെയ്തിട്ടുണ്ട്. അത് നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഹാലലൂയ. ഐ നോ ദാറ്റ് യു ഹാവ് നോൺ മൈ സിൻസ്. ഐ നോ ദാറ്റ് യു ഹാവ് നോൺ മൈ motives. I know what has been അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ which thought has been passed through my heart. എൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തകളാണ് കടന്നു പോയിട്ടുള്ളത് എന്ന് നീ അറിയുന്നല്ലോ. ഒരുപക്ഷെ പുറത്താരും അറിഞ്ഞില്ലായിരിക്കാം, പുറത്താർക്കും അറിയാൻ കഴിയത്തില്ലായിരിക്കാം. എന്നെ ഹൃദയത്തിൻ്റെ കോണിക്കുണ്ടായ ചെറിയ വികാരങ്ങൾ പോലും, പാപത്തിൻ്റെ അനുഭവങ്ങൾ, അംശങ്ങൾ പോലും ദൈവം അറിഞ്ഞെങ്കിൽ ആ ദൈവത്തിന് മുമ്പാകെ നമ്മൾ സറണ്ടർ ചെയ്യുക. God is there who knows us very individually, very instantly, intimately. Praise the Lord. Hallelujah. And infinitely. ആ ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കാം. Praise the Lord. Hallelujah. God's knowledge of us is very significant. What does God think of you is very important in this evening time. നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Praise the Lord. പാസ്റ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അത് it may not be that important. Hallelujah. നമ്മുടെ കൂടെയുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് it may not be something important, but something is important tonight is what is God thinking about me. അതിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടാൻ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.